SIP വഴി മിക്ക ആളുകളും റിച്ച് ആവാൻ പോകുന്നില്ല. അതിന്റെ റീസൺ ഞാൻ പറയാം. നമ്മളൊരു സാധാരണ ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് കരുതാം. എല്ലാ മാസവും 20,000 രൂപ വെച്ച് നമുക്ക് എല്ലാ വർഷവും 10% റിട്ടേൺസും കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 8 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ ടോട്ടൽ നമ്മുടെ കയ്യിൽ 29 ലക്ഷം രൂപ ഉണ്ടായിരിക്കും. പക്ഷേ ഈ 29 ലക്ഷം രൂപയിലെ 9 ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടിയത്. 20 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തന്നെയാണ്. ഇനി നമ്മൾ 15 വർഷം ഇത് കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ 80 ലക്ഷം രൂപ ഉണ്ടാവും. അതിലെ റിട്ടേൺസ് എന്ന് പറയുന്നത് 44 ലക്ഷം രൂപ മാത്രമായിരിക്കും. ഇനി വീണ്ടും നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് 25 വർഷം ഇൻവെസ്റ്റിംഗ് കൊണ്ട് നടന്നാൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉണ്ടാകാൻ പോകുന്നത് 2.5 കോടി രൂപയായിരിക്കും. ഈ 2.5 കോടി രൂപയിൽ 1.9 ക്രോർസും നമുക്ക് കിട്ടിയ റിട്ടേൺസ് ആയിരിക്കും. 60 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഈ 1.9 CR ടോട്ടൽ റിട്ടേൺസിൽ 4% മാത്രമാണ് നമുക്ക് ആദ്യത്തെ 8 വർഷം കിട്ടിയത്. ഈ 1.9 CRലെ 80% നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് അവസാനത്തെ 10 വർഷത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് SIP വഴി മിക്ക ആളുകൾ റിച്ച് ആവില്ല എന്ന് ഞാൻ പറഞ്ഞത്? ഇത്രയും നീണ്ട ഒരു കാലത്തിലേക്ക് ഒരു SIP കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. മിക്ക ആളുകളും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോകും. അപ്പൊ നിങ്ങൾ ലോങ് ടേം ഗോളോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇത് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ സാധിക്കൂ.